കുട്ടനാട് കൾട്ടിവേഷന്റെ പ്രോജക്റ്റ് ഒക്കെ നടപ്പിലാക്കിയപ്പോൾ അത് വളരെ വൾഗറായി പോയി, അത് വേണ്ട രീതിയിൽ അവർക്ക് ഉപയോഗപ്പെട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ നിലനിൽക്കുകയാണ്. ഒരു പേരുദോഷമുണ്ട് ഈ കുട്ടനാടിന് അല്ലേ, പെയ്ഡ് സീറ്റ് എന്നുള്ള. പക്ഷേ ഇപ്പോൾ ഈ സീറ്റ് ഏറ്റെടുക്കാനായിട്ട് CPM തയ്യാറെടുക്കുന്നുണ്ട്. കാരണം NCP ഇല്ലാതാക്കും. വെള്ളവും വയലും മനുഷ്യനും ജീവിതം ഒരുപോലെ പങ്കിടുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിലാണ് ഇന്ന് ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര എത്തി നിൽക്കുന്നത്. പതിവ് പോലെ 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളും 2019, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ വിവിധ മുന്നണികൾക്ക് ലഭിച്ച കണക്കുകളും വസ്തുതകളും നിരത്തി ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് പോകും. കുട്ടനാട് സൗന്ദര്യതലപ്പിൽ നിന്ന് താഴ്ന്ന് വശ്യ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരിടം. എന്താണ് കുട്ടനാടിനെ കുറിച്ച്? ഈ ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേകതയുള്ള ഇടമാണ്. അതെ, പിന്നെ ബിലോ സീ ലെവൽ. അതെ, അവിടെ വ്യക്തികളെക്കാൾ പ്രധാനമായിട്ടുള്ളത് ചുണ്ടൻവള്ളങ്ങളുടെ പേരാണ് പറയേണ്ടത്. ചമ്പക്കുളം തച്ചൻ അല്ലേ, പിന്നെ തച്ചൻ്റെ ചമ്പക്കുളം, വിയ്യപുരം, അങ്ങനെ പോവുകയാണ്. ആ വള്ളങ്ങൾ അവരാണ്, ജലരാജാക്കന്മാരാണ് പ്രധാനികൾ. പക്ഷേ എന്നാലും നമുക്ക് തകഴി ശിവശങ്കരപിള്ള, കാവാലം നാരായണ പണിക്കർ, അവരുടെ കാവാലത്തിൻ്റെയൊക്കെ ഒരു താളം എന്നൊക്കെ പറയുന്നത് ഈ കുട്ടനാടിൻ്റെ ഈ തരത്തിലുള്ള താളമാണ് ഒത്തുചേർന്നിരിക്കുന്നത്. നെടുമുടി, പിന്നെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ നീണ്ടു കിടക്കുകയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്നത് പമ്പ, മീനച്ചിലാറ്, അച്ചൻകോവിലാർ, മണിമലയാർ, ഇതൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കുട്ടനാടിൽ ചർച്ചാ വിഷയമാകുന്ന എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും 3 വിഷയങ്ങൾ: കായൽ കൃഷി, വെള്ളപ്പൊക്കം, ടൂറിസം. ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ചമ്പക്കുളം, എടത്വ, കൈനകരി, കാവാലം, മുട്ടാർ, നെടുമുടി, നീലംപേരൂർ, പുളിങ്കുന്ന്, രാമങ്കരി, തകഴി, തലവടി, ഇത്രയും പഞ്ചായത്തുകൾ ചേർന്നതാണ് കുട്ടനാട് നിയമസഭാ മണ്ഡലം. ഇവർക്ക് മിക്ക ഗ്രാമക്കാർക്കും മിനിമം ഒരു വള്ളം ഉണ്ടായിരിക്കും. നമുക്കിവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ചുണ്ടൻവള്ളം നാട്ടുകാരുടെ വകയായിട്ട്. അതിൽ വലിയ അഭിമാനികളാണ്. ഇനിയിപ്പോ അവിടെ ജലയുദ്ധം നടക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ രാഷ്ട്രീയത്തില്. പിന്നെ ഓർക്കണം, ആലപ്പുഴ ജില്ലയിലല്ലേ വിപ്ലവ വീര്യത്തിന്റെ മണ്ണ് ഉറങ്ങുന്ന ഇടമാണ്. അവിടെ കുട്ടനാട്ടിലെ രാഷ്ട്രീയത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഘടകകക്ഷികളാണ് എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. പക്ഷെ ആലപ്പുഴ ജില്ലയിലാണെങ്കിലും ഇത് മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്നുള്ളതാണ്. അതെ അതെ. ഇതിന്റെ രാഷ്ട്രീയമായ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ 1965-ൽ ഈ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ കേരള കോൺഗ്രസിന്റെ ഒരു കുത്തകയാണ് അത്. ജോൺ തോമസ് ആണ് കേരള കോൺഗ്രസിന്റെ 1965-ലെ തെരഞ്ഞെടുക്കപ്പെട്ട ആള്. അന്ന് സാർ പറഞ്ഞ പോലെ അസംബ്ലിയിൽ എത്തിയെങ്കിലും അവിടെ പ്രവർത്തനം നടത്താൻ പറ്റിയില്ല. ഇടയ്ക്ക് ഒരു 67-ലെ RSPയുടെ കഴിച്ചാൽ 65 മുതൽ 2006 വരെയും കേരള കോൺഗ്രസ് ആയിരുന്നു എന്ന് പറയാം. കാരണം ഡോക്ടർ KC ജോസഫാണ് അതിൽ ഏറ്റവും കൂടുതൽ കാലം, 5 പ്രാവശ്യം. 1982 മുതൽ 2006 വരെ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഈ മണ്ഡലം. 2006 മുതൽ 2011-16 വരെ NCPക്ക് ഇത് പോയി. തോമസ് ചാണ്ടിയുടെ കയ്യിലായിരുന്നു ആ ഈ മണ്ഡലം. കായൽ കയ്യേറ്റമൊക്കെ അതെ ഉണ്ടായതും കായൽ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തോമസ്. പിന്നെ ഒരു പൊതുവെ ഒരു പേരുദോഷമുണ്ട് ഈ കുട്ടനാടിന് അല്ലേ, പെയ്ഡ് സീറ്റ് എന്നുള്ള. അതെ അതെ, പലപ്പോഴും പെയ്ഡ് സീറ്റ് ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഒരു ആരോപണം അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു ആരോപണം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2021-ൽ അദ്ദേഹത്തിന്റെ മരണം, തോമസ് ചാണ്ടിയുടെ മരണം കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് K. തോമസ് ആണ് ഇപ്പോൾ അവിടെ ആ മണ്ഡലം പിടിച്ചെടുത്ത്. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, 5516 വോട്ടിന്റെ ഭൂരിപക്ഷം. അതെ അതെ, 5000-ന് അടുപ്പിച്ച് വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 2016 നോക്കിക്കഴിഞ്ഞാൽ തോമസ് ചാണ്ടി എന്ന് 2016-ൽ 50,114 വോട്ടാണ് നേടിയത്. UDF-ല് ഘടകകക്ഷിക്ക് അല്ലേ കൊടുത്തിരിക്കുന്നത്? UDF-ലും കേരള കോൺഗ്രസ് മാണിക്ക്, അന്ന് കേരള കോൺഗ്രസ് മാണി അവരുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിക്കാണ് കൊടുത്തത്. ജോസഫിലേക്കാണ് പിന്നീട് ജോസഫിന് കിട്ടി. അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം കേരള കോൺഗ്രസ് അദ്ദേഹമാണ് കൂടെ മത്സരിച്ചത്. അദ്ദേഹത്തിന് 45,223. അപ്പോൾ തോമസ് K. ചാണ്ടിക്ക് കിട്ടിയത് 4,893
91 വോട്ടിന്റെ ലീഡാണ് ലീഡ് കിട്ടിയത്. അത് കഴിഞ്ഞ് 21-ൽ തോമസ് കെ തോമസ് വന്നു. അദ്ദേഹത്തിനും 5516 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 57,379 വോട്ടും. എതിരായിട്ട് നിന്ന ജോൺ എബ്രഹാം, വീണ്ടും അദ്ദേഹം തന്നെയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിട്ടാണ് നിന്നത്. അദ്ദേഹത്തിന് 51,863 വോട്ട്. കേരള കോൺഗ്രസിന്റെ കുത്തക ശരിക്കും അവസാനിപ്പിച്ചത് NCP ആണെന്ന് വേണമെങ്കിൽ പറയാം. 2016-ൽ തോമസ് കെ ചാണ്ടി വന്നതോടുകൂടിയാണ് തോമസ് ചാണ്ടിയുടെ കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാണ്ടിയാണ് കുവൈറ്റ് ചാണ്ടി എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൂടുതൽ അറിയപ്പെടുന്നത്. അദ്ദേഹം കുവൈറ്റ് പണവും ഒക്കെ ആയിട്ട് വന്ന് ഈ മണ്ഡലം പിടിച്ചടക്കാനായിട്ടൊരു ശ്രമം നടത്തി. അന്ന് മുതലാണ് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഈ മണ്ഡലത്തിൽ ഒരു സേ വന്നത്. അങ്ങനെ ആദ്യമായിട്ട് LDF-കാർ വളരെ കാര്യമായിട്ട് ഈ മണ്ഡലം പിടിമുറിക്കുന്നതാണ്. 2016-ലും അത് കഴിഞ്ഞിട്ട് 2021-ലും അവർക്ക് തന്നെ കിട്ടി. പക്ഷെ 2021-ൽ ഇദ്ദേഹത്തിൻ്റെ മരണമുണ്ടായതുകൊണ്ട് തോമസ് കെ ചാണ്ടി അല്ല, തോമസ് കെ തോമസ് എന്ന സഹോദരനാണ് മത്സരിച്ചത്. അതായത് സാർ ഇതിനകത്തൊരു രാഷ്ട്രീയം പിടിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. 2006-ൽ തോമസ് ചാണ്ടി വിജയിച്ചിരിക്കുന്നത് DIC-K ആണ്. അതൊരു തവണ അദ്ദേഹം വിദേശത്തു നിന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് കർണാടകൻ കോൺഗ്രസ് വിട്ടുപോയി DIC ഉണ്ടാക്കുന്ന സമയത്ത്. അതുവഴിയാണ് അദ്ദേഹം ആ കാലത്താണ് ഇതൊരു ഈ പേയ്മെന്റ് സീറ്റ്. ഡിക്കിന് അന്ന് സാമ്പത്തിക പ്രതിസന്ധി ഒത്തിരി ഉണ്ടായിരുന്നു. പുതിയ പാർട്ടിയാണ്, അപ്പൊ പ്രവർത്തനത്തിന് പണം വേണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് പണം നൽകാൻ ഒരാളുണ്ട്, പക്ഷെ ഒരു സീറ്റ് കൊടുക്കണം. അങ്ങനെയാണ് കുട്ടനാട് സീറ്റ് കൊടുത്ത് തോമസ് കെ ചാണ്ടിയെ പിടികൂടും. പക്ഷേ ഇപ്പോൾ ഈ LDF ഈ സീറ്റ് ഏറ്റെടുക്കാനായിട്ട് അല്ല CPM തയ്യാറെടുക്കുന്നുണ്ട്. കാരണം NCP ഇല്ലാതാക്കുമെന്നൊരു സംശയം ഉണ്ട്. NCPക്ക് 2 സീറ്റല്ലേ ഉള്ളത്. പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ശശീന്ദ്രനെ ഇനിയിപ്പോൾ നിർത്തും എന്ന് തോന്നുന്നില്ല. അതിനെതിരെ മുറവിളികൾ തുടങ്ങി കഴിഞ്ഞു. ആലത്തൂർ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റെടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ഘടകകക്ഷികളെ CPM ഒരു വിഴുങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. അതിപ്പോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ടെൻഡൻസി അങ്ങനെയുണ്ട്. ചെറിയ കക്ഷികളുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി സാവകാശത്തിൽ കേരളത്തിലും അങ്ങനെ വരും. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണം അത് വച്ചു കഴിഞ്ഞാൽ 2016-ലെ 2021-ലെ കണക്കുകൾ ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 2016-ൽ പോൾ ചെയ്തത് 78.8%, 2021-ൽ അത് 74% വോട്ട് കുറയാണ്. ആൾക്കാരുടെ ഒരു സ്വഭാവം പറയുകയാണ് കുട്ടനാട് ദേശക്കാരുടെ. അത് വിജയിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടിക്ക് അന്ന് 38.5% വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ തോമസ് കെ തോമസ് എത്തിയപ്പോഴത്തേക്കും എനിക്കൊന്ന് ആ ഒരു ആനുകൂല്യമൊക്കെ കിട്ടിയിരുന്നു മരണപ്പെട്ടതിന് ശേഷമുള്ള. അത് 45.67 ആയിട്ട് മാറുന്നു. ലേശം ഒന്ന് ഭൂരിപക്ഷത്തിൽ വർധന ഉണ്ടായിരുന്നു. 4,893 ഉള്ളത് പറയുന്നത് 2021-ലേക്ക് വരുമ്പോൾ 5,516 മാറുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് വന്ന അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന് 45,000-ൽ പരം വോട്ടുകളാണ് അന്ന്. മോശമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കണക്കുകൾ ചൂണ്ടിക്കാണിച്ച്. പിന്നെ അത് വീണ്ടും 21-ലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന് 51,863, വളരെ ഒരു 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിട്ട് മറിക്കാവുന്ന ഒരു സംഭവമാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തേർഡ് പ്രൈസ് വന്നിരിക്കുന്നത് BDJS-ന്റെ 2 തവണയും 21-ലും 16-ലും BDJS ആണ്. അതിൽ 16-ൽ 33,000-ൽ പരം വോട്ടുകളാണ് BDJS. നമ്മൾ പല മണ്ഡലങ്ങൾ നോക്കുമ്പോൾ BDJS-ന് നിസ്സാരമായ വോട്ടുകളൊക്കെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. വീണ്ടും അത് കുറഞ്ഞെങ്കിൽ കൂടിയും 15,000-ഓളം വോട്ടുകൾ അടുത്ത തവണ അവർ പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴുള്ളൂ ഈ സഹതാപത്തിൻ്റെ ഒരു മേമ്പൊടി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അതവിടെ പോയത്. വോട്ടുകൾ പലപ്പോഴും അങ്ങോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും BDJS-ന് ലേശമൊന്ന് സ്വാധീനമുള്ള അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്ന് ഇത് നമുക്ക് ഇടയ്ക്ക് BJP ഷോൺ ജോർജിന്റെ പേര് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ഇവിടെയോ? പറഞ്ഞിട്ടിരുന്നു. ഓക്കെ. ക്രൈസ്തവ വോട്ടുകൾ ഉണ്ട് അവിടെ. ക്രൈസ്തവ വോട്ടുകളുണ്ട്. അത് BJP പക്ഷേ വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം BDJS വഴിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ BDJS-ന് വേണ്ടി മാറ്റി വെച്ചിരിക്കും. ലോക്സഭയിലേക്ക് വരുമ്പോൾ സാർ 2019-ലെയും 2024-ലെയും ഇത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ പെടുന്നതാണ് കുട്ടനാട് നിയമസഭാ മണ്ഡലം. അപ്പോൾ
ആലപ്പുഴ ജില്ലയിലുമാണ്. ആലപ്പുഴ ജില്ലയിലുമാണ്. ജില്ലയിലാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ മാവേലിക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പ് 19-ലും 24-ലും നടക്കുമ്പോൾ അതിൽ കുട്ടനാട് നിയമസഭയിൽ ലഭിച്ച വിവിധ മുന്നണികൾക്ക് ലഭിച്ച വോട്ടുകളാണ് ഇനി പറയുന്നത്. അതിനകത്ത് UDF അന്ന് ലഭിച്ചിരുന്നത് 44.4% വോട്ട് ലഭിച്ചപ്പോൾ 55,253 വോട്ടുകൾ ലഭിച്ചു. അത് LDF വന്നപ്പോഴത്തേക്കും അത് 42.3 ആവുന്നു, 52,630 വോട്ടുകൾ. ആ 2019-ൽ NDAക്ക് ലഭിച്ചിരുന്നത് 11.6 ആണ്, 14,476 വോട്ടുകൾ NDAക്ക് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ BDSന്റെ വോട്ടുകൾ നോക്കാൻ ഏതാണ്ട് ഒത്തുപോകുന്നുണ്ട്. ഇത് 24-ലേക്ക് വന്നപ്പോൾ UDF 44-19 നേടിയത് 24-ലേക്ക് വരുമ്പോൾ 42 കുറയുകയാണ് ചെയ്യുന്നത്. 45,736 വോട്ടുകളായി കുറയുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10,000-ഓളം വോട്ടുകൾ UDF കുറവാണ് അവിടെ വരുന്നത്. ഇനി LDF വരുമ്പോൾ 44,865 വോട്ടുകൾ, LDF 41.2% ലഭിച്ചിരുന്നു. അവർക്കും 19-ലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് വന്നിരിക്കുന്നത്. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 11.6 19-ലുണ്ടായിരുന്ന NDAക്ക് അവിടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. അത് 14.3 വർദ്ധിച്ചു. അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് മൂന്നാം മുന്നണി എന്നുള്ള രൂപത്തിൽ BDSന് ഒരു പ്രാമുഖ്യം അവിടെ ഉണ്ട്. വലിയ തോതിൽ വോട്ട് അവർക്ക് ചോർന്ന് പോകാത്ത ഒരു സ്വാധീനം താഴെത്തട്ടിൽ അവർക്കുണ്ടെന്നാണ് ഇത് കാണാൻ ഈ കണക്കുകൾ കാണുന്നത്. എന്നാൽ 25-ലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുമ്പോൾ, അതിൽ പഞ്ചായത്തുകൾ തമ്മിലുള്ള കൂട്ടി നോക്കുമ്പോൾ UDFന് 45,760 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. LDFന് 48,824 വോട്ട്. അപ്പോൾ LDFനാണ് ലീഡ്. 3,064 വോട്ടിന്റെ ലീഡുണ്ട്. NDA അവിടെ 22,409 വോട്ട്, അത് BJPക്ക്. 22,409 വോട്ട്, ഏകദേശം 22-ൽ മേൾ, 22.5 ആയില്ല. BJPക്ക് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാവുന്നേ ഉള്ളൂ. ശ്രമിച്ചാൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റും കൂടെ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോൺ ജോർജിനെ പോലെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ക്രിസ്ത്യൻ ബെൽറ്റിൽ സ്വാധീനമുള്ള ഒരാൾ നിൽക്കുകയോ അല്ലെങ്കിൽ പള്ളിക്ക് നേരിട്ട് സ്വാധീനമുള്ള ഒരാളെ നിർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഒരു മത്സരം തകർത്ത് നടക്കാവുന്നതാണ്. കാരണം അവിടെ ഈ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനൊന്നും വലിയ വിഷമമില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന സ്ഥലത്ത് തോമസ് ചാണ്ടി വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് NCPക്കായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ബന്ധങ്ങളും പിന്നെ കുറച്ച് പണത്തിന്റെ കൊഴുപ്പും എല്ലാം ഉണ്ട്. എന്തായാലും അവിടെ അത്തരത്തിൽ മാറ്റാൻ സാധിച്ചു. അത് LDFന്റെ കുറേ വോട്ടും കൂടെ അദ്ദേഹത്തിന് വീണത് കൊണ്ടാണ്. അതുപോലെ തന്നെ BJPക്ക് ഒരു സ്റ്റഡി വോട്ട് അവിടെ ഉണ്ട്. ആ സ്റ്റഡി വോട്ടിന് പുറമെ ക്രിസ്ത്യൻ ബെൽറ്റിൽ കുറച്ചുകൂടെ സ്വാധീനമുള്ള ഒരാൾ കൂടെ വരികയാണെങ്കിൽ അതിന് സാധ്യത ഉണ്ട് എന്നതാണ്. പക്ഷേ BDJS വിട്ടുകൊടുക്കുമെന്ന് അറിയില്ല. കാരണം അവരുടെ ഒരു വലിയ ബേസാണ് ഇവിടെ കുട്ടനാട്ടിൽ. ഈഴവ കമ്മ്യൂണിറ്റിക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ട്. അത് അവർ യൂസ് ചെയ്യാനായിട്ട് അവരും ശ്രമിക്കും. അതേ സാർ, ഇതിനകത്ത് ഒരു 5 തവണ വിജയിച്ച ഡോക്ടർ KC ജോസഫ് ഒടുവിൽ വിജയിക്കുന്നത് 10,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു. ആ 10,000-ൽ പരം വോട്ടുകളെ മറികടന്നുകൊണ്ടാണ് തോമസ് ചാണ്ടി ഇത് പിടിച്ചെടുക്കുന്നത് ആദ്യം എടുക്കുന്നത്. അപ്പോൾ പക്ഷേ ബാക്കി ഇത് ഒഴികെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും 4,000, 3,000, 5,000 ഇങ്ങനെ KC ജോസഫ് ഇവിടുന്നല്ലേ പിന്നീട് അങ്ങ് വടക്കോട്ട് മാറി. അപ്പോൾ അതൊക്കെ ഇവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല എന്നായി. പിന്നെ K. കരുണാകരന്റെ ഒരു തന്ത്രമുണ്ട്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ആളിനെ പിടിച്ച് കുട്ടനാട് പിടിച്ചെടുത്തത് 2 കാര്യമാണ്. പണവും കിട്ടി, MLA കിട്ടി. ഇനിയും ഒരു മാറ്റം സംഭവിച്ച കൂടായ്മ ഇല്ലാത്ത സ്ഥലമാണ് വാസ്തവത്തിൽ കുട്ടനാട്. മറിക്കാവുന്നതേ ഉള്ളൂ. കാരണം കുട്ടനാടിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. UDFന് അവർക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഭൂരിപക്ഷം കവർ ചെയ്യാം എന്നുള്ള കണക്കിൽ വരുമ്പോൾ മേൽക്കൈ ഉണ്ടെങ്കിലും അത് മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ്. അല്ല, 3,000 വോട്ടിന്റെ ഡിഫറൻസേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടും നില വെച്ച് സർക്കാരിന്റെ ഈ നൂലാമാലകളിൽപ്പെട്ട് ഒരുപക്ഷെ തൊഴിലാളികളുടെ ഒരുപറ്റം അവിടെ നെല്ലും കർഷകരുമാണ്. അപ്പൊ അവർക്ക് ചിലപ്പോൾ സർക്കാരിന്റെ ചില സഹായങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് താമസിക്കും. പക്ഷെ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു MLA ആണ് അവർക്കുള്ളതെങ്കിൽ പെട്ടെന്ന് ചില പരിഹാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോൾ പിന്നീട് വോട്ടായി മാറിയിരിക്കും. ഇതൊക്കെ തോമസ് ചാണ്ടിക്ക് ഗുണകരമായി വന്നതാണ്. നെല്ല് സംഭരണം, നെല്ലിന്റെ താങ്ങുവില, ഇതൊക്കെ അവിടെ വലിയ പ്രശ്നങ്ങളാണ്. ഈ നെല്ല് സംഭരണം തന്നെ ഒരു വലിയ ജോലിയാണ്. പലപ്പോഴും കൊയ്തിട്ട്
ഇത് കൊണ്ടുവന്ന് കരയിൽ ഒരു ടാർപ്പാളിനിട്ട് മൂടി വയ്ക്കുന്ന അവസ്ഥയുണ്ട്. ഇത് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ മഴയോ മറ്റ് പ്രകൃതി മറ്റ് അസൗകര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരുടെ വിള നശിച്ചു പോകുന്ന സാഹചര്യം വരെയുണ്ട്. അപ്പോൾ പലപ്പോഴും ഗവൺമെന്റ് ശ്രദ്ധ അവിടെ ആവശ്യത്തിന് കിട്ടാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് മാലിന്യം തോടുകളിലും എല്ലാം വന്ന് അതും ഒരുപാട് പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പലവിധ ബുദ്ധിമുട്ടുകൾ അവർ വലയുന്നുണ്ട്. വെള്ളപ്പൊക്കം, പിന്നെ ഈ കുട്ടനാട് കൾട്ടിവേഷന്റെ സ്വാമിനാഥൻ കൊണ്ടുവന്ന പ്രോജക്റ്റ് ഒക്കെ നടപ്പിലാക്കിയപ്പോൾ അത് വളരെ വൾഗറായി പോയി, അത് വേണ്ട രീതിയിൽ അവർക്ക് ഉപയോഗപ്പെട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.